രാമേന്ദ്രൻ സാറേ, ഈ സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം പെട്രോ ഡോളർ മാത്രമല്ല, അതിനേക്കാളും കൂടിയ വരുമാനം ഹജ്ജും ഉംറയുമാണ്. ഇപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കും ചെല്ലുന്ന തീർത്ഥാടകരുടെ കൂട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്ന് തീർത്ഥാടകരെ എന്ന വ്യാജേന ചെല്ലുന്ന വലിയ യാചകന്മാരുടെ റാക്കറ്റ്, ടിക്കറ്റ് എടുത്ത് സാധാരണ ഉംറയ്ക്ക് ചെല്ലുന്നത് പോലെ ചെല്ലുന്ന ആളുകൾ സൗദി അറേബ്യയുടെ മൊത്തം ഈ തീർത്ഥാടന വ്യവസായത്തെ, അല്ലെങ്കിൽ മൊത്തം ഉംറ തീർത്ഥാടകരുടെ സമാധാനത്തെ, അവിടുത്തെ സുരക്ഷയെ ഒക്കെ ബാധിക്കുന്നു എന്നത് പലപ്പോഴും പുറത്തു വന്ന വാർത്തകളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൗദി ഗവൺമെൻറ് കർശനമായ താക്കീത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് നൽകിയതായിട്ട് സൗദി ഗവൺമെൻറ്റിൻ്റെ ഹൈക്കമ്മീഷണർ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് അന്ത്യശാസനം പോലെ മേലാൽ ഇത്തരം ആളുകളെ ഇരക്കാനായിട്ട്, യാചിക്കാനായിട്ട് ഈ പുണ്യപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കയറ്റിവിടരുത് എന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. എന്താണ് ആ വാർത്തയുടെ, സാറ് സൂക്ഷ്മമായിട്ട് ഇത് നോക്കുന്ന ഒരാളായതുകൊണ്ട് അന്താരാഷ്ട്ര വാർത്തകളെ, എന്താണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ? അതെ, സൗദിയുടെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഉംറ വിസ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ തലത്തിൽ തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അതിൽ വെറ്റിംഗ് ഒക്കെ വേണമല്ലോ, പരിശോധനയൊക്കെ നടത്തണം. ഇന്നയാൾ ഈ പിച്ചയ്ക്ക് പോകുന്ന ആളാണോ, ഇതൊക്കെ നോക്കണം. ഇതൊന്നും നോക്കാതെ ഉംറ വിസ ഒരു നിയന്ത്രണം ഇല്ലാതെ കൊടുക്കുന്നതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഉംറ വിസയുടെ ദുരുപയോഗം നിങ്ങൾ നിർത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മുഴുവൻ ഈ തീർത്ഥാടക വിസയിൽ വന്നിട്ട്, ഈ താൽക്കാലിക വിസ പോലെയാണല്ലോ, ഷോർട്ട് ടേം തീർത്ഥാടക വിസയിൽ വന്നിട്ട് ഇവർ പിച്ചതുണ്ട് കാണും. ആ സൗദിയിൽ എല്ലായിടത്തും ഇവരെ കാണാം, തെരുവുകളിൽ മുഴുവൻ ഇവരെ കാണാം, ദേവാലയത്തിൻ്റെ പുറത്ത് കാണാം. ഇതൊന്നും ശരിയല്ല. മെക്കയിലും മദീനയിലും ഇവർ പാകിസ്ഥാൻകാർ ഇങ്ങനെ വന്നിട്ട് പിച്ചതുണ്ടെന്നുണ്ട്. സൗദിയിലെ മതവകുപ്പ് സൗദിയിലെ മതവകുപ്പ് ഈ അന്ത്യശാസനത്തിൽ പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജെനുവിനായിട്ടുള്ള സത്യസന്ധരായ പാകിസ്ഥാനികൾ ഉംറയ്ക്കും ഹജ്ജിനും വരുന്നത് അതിനെ ബാധിക്കും. ഞങ്ങൾ ചിലപ്പോൾ അതും നിരോധിക്കും, വിലക്കും പാകിസ്ഥാനികൾക്ക്. ആ അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഈ വിസയുടെ ദുരുപയോഗം നിർത്തണം എന്ന് സൗദി മതവകുപ്പ് പാകിസ്ഥാനോട് നിർദ്ദേശിച്ചതായിട്ട് പാകിസ്ഥാനിലെ എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പിച്ചക്കാർ ധാരാളം വരുന്നു. അതുപോലെ സൗദി സ്ഥാനപതിയൊക്കെ പറഞ്ഞിട്ട് ചില വിമാനത്താവളങ്ങളിൽ നിന്ന് 11 പേരടങ്ങുന്ന സംഘം, 6 പേരടങ്ങുന്ന സംഘം വിമാനം കയറിയിട്ട് ഇവരെ ഇറക്കി വിട്ടതൊക്കെ ആയിട്ട്, ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇവരെ വിമാനത്തിൽ പോയി ഇറക്കി വിട്ടതൊക്കെ ആയിട്ട് വാർത്തകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരാറുണ്ട്. ഇപ്പോൾ സൗദി പറഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴാണ് ഇനി ഇത് നടപ്പില്ല എന്ന് സൗദി പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ പാകിസ്ഥാൻ അലസമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടാകാം ഇത്. സൗദിയല്ലേ, പിന്നെ ഉദാര മനസ്കരാണ്, അങ്ങനെ ചെയ്തോളും, പറഞ്ഞാലും പുറത്തോളും എന്നൊക്കെയുള്ള മട്ടിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഉസ്മാൻ എന്ന് പറഞ്ഞ ഇസ്ലാമാബാദിൽ തന്നെ ജീവിക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 25-ാം തീയതി അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉംറ ചെയ്തു വന്നു. വലിയ നാണക്കേടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ബിൻ ദാവൂദ് സ്റ്റോറിൽ പോലും നമ്മുടെ ആളുകൾ പിച്ചതുണ്ടെന്നു, ഉംറയ്ക്ക് വന്നിട്ട് അവർ തെരുവിൽ പിച്ചതുണ്ടെന്നു യാചിക്കുന്നു എന്ന് ഒരു പാകിസ്ഥാൻകാരൻ തന്നെ നമുക്ക് നാണക്കേടാന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് പ്രൊഫഷണലുകളാണ് ഇത് ചെയ്യുന്നതെന്ന് ഡോൺ പത്രത്തിൽ ഒരു ലേഖനം ഒരു സ്ത്രീ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഔദ്യോഗിക പത്രമാണല്ലോ ഡോൺ. അതെ, മുമ്പ് പോത്തൻ ജോസഫ് എഡിറ്ററായിരുന്നു, ജിന്ന സ്ഥാപിച്ച പത്രം. റഫിയ സക്കറിയ ഇത് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, മക്കയിലും മദീനയിലും ഈ പാകിസ്ഥാൻ യാചകർ പുറത്ത് വിദേശികളോട് യാചിക്കുന്നത് കാണാറുണ്ട്, പണം യാചിക്കുന്നത്.
ഇത് അവർ ഇരകളാണ് എന്ന് വിദേശികളോട് പറയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പല ദോഷവും ഉണ്ടാവുന്നൊക്കെ അങ്ങോട്ട് പറയുന്നു, നിങ്ങൾക്ക് പേടിപ്പിക്കുന്നു. അവർക്കൊരു കുറ്റബോധം ഉണ്ടാവുമല്ലോ, ആ കുറ്റബോധത്തിന് പിഴിയുന്നു. ഇതാണ് ലേഖനത്തിൽ പറയുന്നത്. ഈ പിച്ചക്കാരായിട്ട് പോയിട്ട് നിരവധി ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ UAE, ഇറാഖ്, സൗദി, UAE, ഇറാഖ്, സൗദി ഈ 3 സ്ഥലത്തു നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഇസ്ലാമാബാദിലെ സ്ഥാനപതികൾ ഈ ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ സിയാറത്ത് എന്നുള്ള നാട്യത്തിൽ, സിയാറത്ത് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം, പിൽഗ്രിമേജ്, ആ നാട്യത്തിൽ വന്ന് ഈ വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിയോ ന്യൂസ്, ഉറുദുവിൻ്റെ ജിയോ, അവരും കഴിഞ്ഞ സെപ്റ്റംബറിലും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കൊല്ലം മുമ്പേ ഇങ്ങനെ സംഭവിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അദ്ദേഹത്തിന് ഈ സംഭവം. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പിന്നിലൊരു സംഘമാണ്, ഇത് പിന്നെ ഒരു മാഫിയ സംഘം ഇങ്ങനെ പിച്ചക്കാരെ അയച്ചിട്ട് അവർ കാശുണ്ടാക്കുകയാണ്, ഇവർക്ക് ഈ ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തിട്ട് അയക്കുകയാണ്, ഒരു വിഹിതം അവർക്കും കൊടുക്കും, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. സൗദി സ്ഥാനപതി ഇസ്ലാമാബാദിലെ നഫാഫ് ബിൻ സയ്യിദ് അഹമ്മദ് അൽ മൻ കിയോട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മാഫിയക്കെതിരെ പ്രവർത്തിക്കണം, നടപടി എടുക്കണം, അല്ലാതെ ഐക്യമല്ല വേണ്ടത്. ഇത് കുറേ തവണ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ അന്വേഷണ ഏജൻസിയുടെ FIA, ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി FIA, അതിനെ ഏൽപ്പിച്ചു പാകിസ്ഥാൻ ഭരണകൂടം. ഇപ്പോൾ വലിയ ഭരണമൊന്നുമില്ല അവിടെ, ഭരണകൂടം ഏൽപ്പിച്ചു. രാജ്യാന്തര താവളങ്ങളിൽ ഇമിഗ്രേഷൻ ഓഫീസർമാർക്ക് വിവരം കൊടുത്തു. അപ്പോൾ ചെറിയ കാലത്തേക്ക് പോകുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉംറ ഹജ്ജ് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിമാനത്തിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഇറക്കിയിട്ടുണ്ട്. കറാച്ചിയിൽ 1 മാസം മുമ്പ് 11 പിച്ചക്കാരെ വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു. അത് ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനികൾക്കും ഇത് തലവേദനയാവുകയാണ് ഇപ്പോൾ ഈ പിച്ചക്കാർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് IMF കഴിഞ്ഞ ദിവസം ഇന്നലെ $7 ബില്യൺ കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനത്തെ, ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 3 വർഷം കൊണ്ട് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും പാകിസ്ഥാന് കെൽപ്പില്ല, അതറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ നിയമപരമായി വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ധാരാളം പാകിസ്ഥാനി യുവാക്കളുണ്ട്. അവരെ ഇത് ബാധിക്കാൻ പോവുകയാണെന്ന് ആ റഫിയ ഡോണിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യത്തിൽ ഇനി കൂടുതൽ ശ്രദ്ധ വെച്ചിട്ട് പരിശോധന ഉണ്ടാവും. വിസയുടെ കാര്യത്തിലും ഒക്കെ വിസ കർശനമാവും. അവർക്ക് ഇനി ഗ്രീൻ പാസ്പോർട്ട് വീട്ടിലുണ്ടെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പല സ്ഥലത്തു നിന്നും വിസ കിട്ടാൻ വഴിയില്ല. ഒരു പുച്ചണ്ടാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് വിസയൊക്കെ ഡിനേ ചെയ്യും. സൗദി, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, UAE സ്ഥാനപതിയൊക്കെ ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇറാഖ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ സ്ഥലത്തും ഇത് വിഷയമാണിപ്പോൾ. ഓഗസ്റ്റിൽ ഇപ്പോൾ ഡോണിൽ എഴുതിയിരുന്നു, ട്രാവൽ ഏജൻസ് ഇതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടിരുന്നു. UAEക്ക് ഇപ്പോൾ UAE പാകിസ്ഥാൻകാർക്ക് വിസ തരുന്നില്ല എന്ന് ട്രാവൽ ഏജൻസ് പറയുന്നുണ്ട് ഈ പ്രശ്നം കാരണം. എന്നിട്ടൊരു UAE ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വിസ തരണം എന്നുണ്ടെങ്കിൽ ഈ ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര പണമുണ്ട് എന്നുള്ളതിൻ്റെ രേഖ ഞങ്ങൾക്ക് അയച്ചു തരണം. അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ പിന്നെ പിച്ചക്കാരനാകാൻ സാധ്യതയല്ലോ, ഇവിടെ ഒന്നിപ്പിച്ചതുണ്ടല്ലോ. അപ്പോൾ അക്കൗണ്ടിൽ ഇപ്പോൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അക്കൗണ്ടിൽ ഇത്ര പൈസ കാണിക്കണമല്ലോ എന്ന് പറഞ്ഞ പോലെ, ഇനി നിങ്ങൾ UAEയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ടെന്നുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെയോ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് UAE പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിത് അവസാനിപ്പിച്ചാൽ പോരാ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങൾ, നിങ്ങളും കുറച്ച് സ്ട്രിക്റ്റ് ആകണം, നിങ്ങളും ഇതൊക്കെ പരിശോധിക്കണം വിസ കൊടുക്കുമ്പോഴുമൊക്കെ, ഇവർ മാന്യന്മാരാണോ അല്ലയോ, ആ പരിശോധന ഇവർക്ക് നടത്തിക്കൂടെ? അതെ, ഇവിടെ നടത്തിക്കൂടെ
ബാങ്കിൽ അക്കൗണ്ടിൽ മറ്റേ ബാങ്കിൽ പൈസ ഉണ്ടോ എന്നൊക്കെ ഇവിടെ നോക്കാം. ജൂലൈയിൽ ജിയോ ന്യൂസ് പറഞ്ഞിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ജോലിക്കാരെ പല ഗൾഫ് രാജ്യങ്ങളിലും വേണ്ട, ബംഗ്ലാദേശികളെ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഉംറ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹജ്ജ്, അതൊക്കെ ആത്മീയ കാര്യങ്ങളല്ലേ, അതിങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയാണോ? ഇല്ല സർ, അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പലതരത്തിലുള്ള അപകടങ്ങളുണ്ട്. ഒന്ന്, ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ നമുക്ക് മറ്റു ഈ പരിദേവനങ്ങളൊക്കെ എന്താ പറയുക, നമ്മളെ പായാരങ്ങളൊക്കെ മാറ്റിവെച്ച് ജീവിതത്തിൽ ഒരു ആയുഷ്കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് കഴിഞ്ഞിട്ട് ദൈവത്തോടുള്ള ഒരു ആത്മാർപ്പണം പോലെ ചെയ്യാനുള്ള ആരാധനകൾ പെട്ടതാണ്. ഇതൊന്നിപ്പോൾ നമ്മൾ നിസ്കാരം പോലെ നോമ്പ് പോലെ മുസ്ലിങ്ങൾക്ക് നിർബന്ധവും ദൈനംദിനവുമായ ആചാരങ്ങളല്ല, ഓപ്ഷണലാണ്. അഞ്ചാമത്തെ, സാധ്യമാണെങ്കിൽ ചെയ്യാവുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിൽ തന്നെ മറ്റാരെയും ആശ്രയിക്കാതെ പണം നിക്ഷേപമുണ്ടെങ്കിൽ, ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാർഗതടസ്സങ്ങളില്ലെങ്കിൽ. അത് ആദാമിന്റെ മകൻ അബു എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ, സലീം കുമാറിന്റെ. അതും ഈ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഇത്തിരി കടം മെച്ചമുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തിട്ട് പോകാം, ഒന്നും ബാക്കി വെക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരാധനയാണ് ഈ ഹജ്ജ് ഉംറയൊക്കെ. അവിടെ ഒരാൾ തെണ്ടാൻ വേണ്ടി ഹജ്ജിൻ്റെയും ഉംറയുടെയും പേരിൽ പോകുന്നത് പോലും പാപമാണ്, കടുത്ത കുറ്റകൃത്യമാണ്. ഇനി അങ്ങനെ പറഞ്ഞയക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇതൊരു റാക്കറ്റാണ്. അങ്ങനെയാണെങ്കിൽ റാക്കറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ റാക്കറ്റിനെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? തീർച്ചയായിട്ടും ബെഗർ മാഫിയ ഉണ്ട്, നമുക്കറിയാലോ, വലിയ റാക്കറ്റുകളുണ്ട്, പലയിടത്തും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ തെണ്ടാൻ വിടുന്നത് ട്രെയിനിലുമൊക്കെ വളരെ എല്ലായിടത്തും അതിൻ്റെ വിജിലൻസ് അത് നോക്കുന്നവരുണ്ടാവും, അതിൻ്റെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ഇവരുടെ പണം 5 പൈസ പോലും അവർ അടിച്ചു മാറ്റുന്നത് എടുക്കാൻ അവർ പൂർണ്ണ പരിശോധന നടത്തിയിട്ട് എല്ലാ ദിവസവും അവരുടെ നല്ലൊരു പങ്ക് അവരെടുത്ത് മാറ്റിയിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പാകിസ്ഥാൻ്റെ ദാരിദ്ര്യമാണ്, അതിഭീകരമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയൊരു രാജ്യമാണ്. മതം പറഞ്ഞ് ഇപ്പോൾ അതും ഇസ്ലാം പറഞ്ഞ് നേടിപ്പോയൊരു ഇസ്ലാം പറഞ്ഞ് രാജ്യം ചോദിച്ചൊരു ഒരു ജനതയുടെ ദുർവിധിയാണ് അവർ പോകുന്നത്. റാക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കഥ വായിച്ചത് ഓർമ്മ വന്നു. എം ഗോവിന്ദൻ്റെ ഉപന്യാസങ്ങളിലോ മറ്റോ അദ്ദേഹം പഴയൊരു ഓർമ്മ ചെയ്തിട്ടുണ്ട്. എപ്പോഴോ ഒരാളെ പോക്കറ്റ് അടിച്ച് പോയി എന്ന് ഒരാൾ ഗോവിന്ദനോട് പറഞ്ഞു. ഓ അങ്ങനെ ഉണ്ടായോ, എന്നാൽ പിന്നെ അത് തിരിച്ച് തരാനായിട്ട് ഏർപ്പാടുണ്ടാക്കാം, ഇന്ന ആളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആ പർട്ടിക്കുലർ പേഴ്സ് തിരിച്ചുകൊണ്ട് വീട്ടിൽ കൊടുപ്പിച്ചു. എങ്ങനെയാന്ന് വെച്ചാൽ അന്നും ഈ പോക്കറ്റ് അടിക്കുന്ന പരിപാടിയില്ലേ, അത് നിയന്ത്രിക്കുന്ന മാഫിയുണ്ട്, റാക്കറ്റ് ഉണ്ട്. അത് ശരി, ഗോവിന്ദൻ എഴുതിയിട്ടുണ്ടാ? ഓ അത് ശരി. എന്ന് പറഞ്ഞാൽ ഇതൊരു സാർവകാലികമായ സാധനമായിട്ട് എല്ലാ കാലത്തും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം സാറേ, ഇത് അനുഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ ദാരിദ്ര്യം ഇത്രയും കാലം ഇപ്പോഴത്തെ ഈ ഒരു പതനത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ അതിനെ അതിജീവിച്ചിരുന്നത് ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പാകിസ്ഥാൻ മൈഗ്രേഷൻ വളരെ കൂടുതലാണ്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈവൻ UK കണക്ക് വന്നപ്പോൾ ഞാൻ കണ്ടത് ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ പാകിസ്ഥാനി പൗരന്മാരുണ്ട് അവിടെ. UK പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, യൂറോ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ 10 കൊല്ലം ജീവിച്ച കാലത്ത് ഞാൻ കണ്ടത് ഈ പാകിസ്ഥാൻകാരില്ലാത്ത ഒരു ഓഫീസും ഇല്ല പാകിസ്ഥാൻ. എല്ലായിടത്തും നല്ല അവിടുത്തെ ഒരു ലേബർ കമ്മ്യൂണിറ്റിയാണ്. ഒരു പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് ദാരിദ്ര്യത്തെ അതിജീവിച്ചിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ അവരുടെ ഈ പിടിവിട്ട നീക്കം ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും ഉംറ വിസയുടെ പേരിൽ അവിടെ ചെന്ന്, ഉംറയുടെയും ഹജ്ജിൻ്റെയും പേരിൽ അവിടെ ചെന്നിട്ട് പിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യം പൊറുപ്പിക്കില്ല. അത് ആത്യന്തികമായിട്ട് പാകിസ്ഥാൻ്റെ ഈ അവശേഷിക്കുന്ന സൗഭാഗ്യമുണ്ടല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ ലേബർ കമ്മ്യൂണിറ്റിയായിട്ട് ചെല്ലട്ടെ. അത് നമ്മളും ചെയ്തിട്ടുണ്ട് സാറേ. ഇപ്പോൾ മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. പ്രവാസം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അത് യൂറോപ്പിലും അമേരിക്കയിലൊന്നും അല്ലല്ലോ. മലബാറിലെ ഏറ്റവും വലിയ പ്രവാസി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അത് എന്താ കാര്യം എന്ന് വെച്ചാൽ കയ്യിൽ വേറെ ഒരു സ്കില്ലും ഇല്ലാത്തവർ, അധ്വാനിക്കാനുള്ള ശേഷിയല്ലാത്ത മറ്റൊന്നും ഇല്ലാത്ത ലേബർ കമ്മ്യൂണിറ്റിയാണ് ഇവിടുന്ന് പോയത്. അവർ മഹാഭൂരിപക്ഷം ആദ്യകാലത്ത് 78 കാലത്തുണ്ടായാലും മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള വിസ കുറച്ചുകൂടി ഉദാരമാക്കി. അപ്പോൾ ഇവിടുന്ന് പോകാൻ തുടങ്ങിയ ആളുകളൊക്കെ പോയിരുന്നത് ഈ വിസക്കാണ്, ഹജ്ജ് വിസ അല്ലെങ്കിൽ ഉംറ വിസ. ഹജ്ജ് വിസക്ക് പോയാൽ ആ പോയ വഴി തന്നെ തിരിച്ചു പോരണം. ഉംറക്ക് വിസക്ക് പോയാലും ആ പോയ ടീമിൻ്റെ കൂടെ തിരിച്ചു പോരണമെന്നാണ്. പക്ഷേ
അങ്ങോട്ട് പോയി ഈ ഉംറ ചെയ്ത് തീരുന്നത് വരെ ഇവർ കൂടെ ഉണ്ടാവും, പിന്നെ മുങ്ങിക്കളയും. അത് മുങ്ങിക്കളയും എന്ന ഒരു ധാരണയോട് കൂടിയിട്ടാണ് അവർ പോവുക. പക്ഷേ നമുക്ക് മാനക്കേട് ഉണ്ടായിരുന്നില്ല. നമ്മൾ ലേബർ കമ്മ്യൂണിറ്റിയാണ്, നമ്മളവിടെ അതാണ് ഈ ഇന്ത്യക്കാരനും ഈ പാകിസ്ഥാൻകാരനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. അന്തസ്സിൻ്റെ പ്രശ്നമുണ്ട്. നമ്മളവിടെ അധ്വാനിക്കും. ഇപ്പോൾ ഈ ഏതെങ്കിലും അറബിയോട് പോയിട്ട് പറയും, ഷെയ്ഖിനോട് പോയിട്ട് പറയും, ഞാൻ ഉംറക്ക് വന്നതാണ്, കഷ്ടപ്പാടാണ് വീട്ടിൽ, അതുകൊണ്ട് എനിക്കൊരു പണി തരണം എന്നേ പറയുള്ളൂ. അവിടെ ചെന്ന് തെണ്ടാൻ ചെല്ലൂല. ഞാൻ ഇരക്കാൻ വന്നാണെന്ന് പറയില്ല, ഞാൻ അധ്വാനിക്കാൻ, നിങ്ങൾ എന്ത് പണി തന്നാലും ചെയ്തോളാം. അങ്ങനെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടതാണ്. അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു വിസ കൊടുക്കും. അങ്ങനെ ആ വിസ അടിച്ചു വരാൻ വേണ്ടി ഒന്ന് നാട്ടിലേക്ക് ഇവനെ കള്ളവണ്ടി അറിയാലോ, കപ്പൽ കയറ്റി വിടും, തിരിച്ചു വിടും. ഈ ആംനസ്റ്റി കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് അവരെ കയറ്റി വിടും. പിന്നെ പോകുമ്പോൾ ശുചായിട്ട് പോകാൻ പറ്റും, കാരണം അവൻ്റെ കയ്യിൽ വിസ ഉണ്ട്, അതിനുള്ള പൈസയും ചിലപ്പോൾ ഇയാൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ലേബർ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ വേണ്ടി അന്തസ്സുള്ള ലേബർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്കാരുൾപ്പെടെ മലയാളികൾ ഉൾപ്പെടെ വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നൊരു സൗകര്യം കൂടിയാണ്. ഇനി അതിനും ഭീഷണി വരും. ഈ തെണ്ടികൾ എന്നാണ് അവർ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തെ തന്നെ അങ്ങനെ വിളിക്കണം. അവർ കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൻ്റെ മാനം കെടുത്തി, അന്തസ്സ് കെടുത്തി. ഇത് ഈ തീർത്ഥാടനത്തിന് പോയിട്ടാണെങ്കിൽ ദാരിദ്ര്യം കൊണ്ടല്ലേ, മിസ്കീനല്ലേ എന്ന് അവർ പറയുക. മിസ്കീനല്ലേ, പാവങ്ങളല്ലേ, ജീവിച്ചു പോട്ടെ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഓഫീസ് ബോയുടെ പണി കൊടുക്കും, അല്ലെങ്കിൽ തോട്ടപ്പണി കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിലെ പിന്നെ ഈ പറഞ്ഞ ലേബർ പണി കൊടുക്കും, സർവൻറ്റിൻ്റെ പണി കൊടുക്കും. പിന്നെ അവർക്ക് സാമർഥ്യമുണ്ടെങ്കിൽ പതുക്കെ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും, അപ്പോൾ മാനേജറായി. ചെറിയ ചെറിയ പണി. പിന്നെ കമ്പ്യൂട്ടർ വന്ന കാലത്ത് പതുക്കെ അത് ചെറുപ്പക്കാരാണെങ്കിൽ അത് പഠിച്ചെടുത്തു. അങ്ങനെ വലിയ നിലയിലെത്തിയ കോടീശ്വരന്മാരുണ്ട് സാറേ, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതൊക്കെ ഇവരുടെ ഈ രണ്ട് കാര്യങ്ങളെ രണ്ട് ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് തീർത്ഥാടനം, രണ്ട് ഭക്തനാണല്ലോ ഈ വരുന്നത്. ഉംറക്ക് വന്നു, ഹജ്ജിന് വന്നു എന്നൊക്കെ പറഞ്ഞാൽ അവൻ പയസ്സാണല്ലോ, സാത്വികനാണ്. അതുകൊണ്ട് അവൻ കള്ളനാവൂല, പറ്റിക്കൂല എന്നൊരു വിശ്വാസം. മൂന്നാമത്തെ കാര്യം ഇവരുടെ ഔദാര്യം, അറബ് ജനതയുടെ. അതിൻ്റെ മേലൊക്കെയാണ് ഇവർ ഈ കളിക്കുന്നത്. പാകിസ്ഥാൻ ചെറിയ അപകടമല്ല അവരുണ്ടാക്കുന്നത്. അതുമാത്രമല്ല, അത് അവരുടെ തന്നെ ലേബർ കമ്മ്യൂണിറ്റിയെ ബാധിക്കും. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വലിയ തോതിൽ ഇപ്പോൾ തീർത്ഥാടനത്തിന് മറവിൽ പോകുന്നതില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിസ കിട്ടാൻ എളുപ്പമാണ് താരതമ്യേന. അന്ന് അങ്ങനെ ആയിരുന്നില്ല സാറേ. വിസ ലേബർ വിസ കുറവായിരുന്നു. വലിയ വിലയും ഈ ഏജൻറ്റുമാർ, ഇടത്തട്ടുകാർ വലിയ വിലയും. അത് വിസ കച്ചവടം വലിയൊരു വ്യവസായമായിരുന്നു അന്നാണ് ചെറിയ കാശിന്. അന്ന് ഉംറക്ക് പോകാൻ കുറച്ച് പൈസ മതി. എനിക്ക് ഓർമ്മയുള്ളത് ഇപ്പോൾ 10,000 രൂപയൊക്കെ കൊടുത്താൽ അന്ന്, കാരണം ടിക്കറ്റൊക്കെ ചാർജ് കുറവാണ്, ഇവർക്ക് കൺസെഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇവർ ഇല്ലാതാക്കുന്നത്. ചെറിയ പണിയല്ല. മാത്രമല്ല, ഇതിനേക്കാൾ ഏറ്റവും വലിയ മാനക്കേട് ഈ പിച്ചയെടുക്കുന്നവൻ ചെയ്യേണ്ട ഒരു ആരാധനയല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിൽ ഇവർ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട് ഇവർ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെ ചെന്ന് പിച്ചയെടുക്കുന്നവൻ ലോകത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ അവിടെ വരും. ലോകത്തിലെ ടൂറിസ്റ്റുകൾ മക്കയിലും മദീനയിലും ചെല്ലൂല. മക്കയിലും മദീനയിലുമാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ചെല്ലുന്നത് ലോകത്തിലെ സമ്പന്നന്മാരായ മുസ്ലിങ്ങൾ അവിടെ ചെല്ലും. അവിടെ പിച്ചയെടുക്കാൻ ചെല്ലുന്നവൻ ഒരു പാകിസ്ഥാനിയാണ് എന്ന് വിചാരിച്ചോളൂ. അവനോട് മറുപടി പറയേണ്ടത് ഇവരൊന്നുമല്ല, ഈ പിച്ചക്കാരൊന്നുമല്ല മറുപടി പറയേണ്ടത്. നിങ്ങൾക്ക് നിയന്ത്രിച്ചുകൂടെ ചോദിച്ചാൽ അല്ല, പാകിസ്ഥാൻ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്, അവരാണ് മറുപടി പറയേണ്ടത്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒറ്റ ചോദ്യം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ നാട്ടിലെ യാചകപ്പണി അവസാനിപ്പിക്കാതെ, ഈ യാചന എന്ന് പറയുന്നൊരു ഏർപ്പാട് അവസാനിപ്പിക്കാതെ നിങ്ങളെന്തിനാണ് ഹജ്ജിനും ഉംറക്കും വിസ കൊടുക്കുന്നത്? അതല്ലേ ചോദ്യം. ഹജ്ജും ഉംറയും ഇത് അവസാനിപ്പിച്ചിട്ട് കൊടുക്കേണ്ട ഒരു ഏർപ്പാടാണ്. പിന്നെ ഉണ്ടാവും ഈ റാക്കറ്റ് വർക്ക് ചെയ്യുക. പാകിസ്ഥാനോളം അധോലോകം വർക്ക് ചെയ്യുന്ന ഒരു രാജ്യമില്ല. പാകിസ്ഥാനോളം കറപ്റ്റായ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിയാലോ സാറിന്, അതിഭീകരമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇതൊക്കെ നടക്കുന്നുണ്ടാവും. ടിക്കറ്റ് ഒരു പക്ഷേ ഇപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ ഒരുത്തൻ അവിടെ നാട്ടിൽ തെണ്ടിയിട്ട് കിട്ടുന്ന പണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ സൗദി അറേബ്യയിൽ പോയി മുത്ത് റസൂലിൻ്റെ സന്നിധാനത്തിൽ പോയി തെണ്ടണമെന്ന് ലക്ഷ്യം വെച്ചിട്ട് ആരെങ്കിലും പാകിസ്ഥാനിൽ തെണ്ടി കാച്ചുണ്ടാക്കും? അങ്ങനെയല്ലല്ലോ. പാകിസ്ഥാൻ കൈവിട്ട കളിയാണ്, എല്ലാ അർത്ഥത്തിലും കൈവിട്ട കളിയാണ്. ലോക മുസൽമാനെ വലിയ തോതിൽ അപമാനിക്കുന്ന ഒരു നീക്കമാണ്. അത് സൗദി അറേബ്യ മാത്രമല്ല വിലക്കേണ്ടത്. മക്കയിലും മദീനയും പുണ്യനഗരങ്ങളായി കരുതിയിട്ട് തീർത്ഥാടനത്തിന് പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെ മുസ്ലിം രാജ്യങ്ങളുണ്ടോ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ മാത്രമല്ല, ലോക മുസ്ലിങ്ങൾ ഒന്നായിട്ട് അപലപിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യാൻ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് എനിക്ക് വല്ലാത്ത കൗതുകം മാത്രമല്ല, അത് വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വാർത്തയാണ്. അത് തീർച്ചയായിട്ടും അത് നിരോധിക്കേണ്ടതാണ്. എല്ലാവരും അതിന് മുൻകൈ എടുക്കേണ്ടതുമാണ്. ഇത് സൗദി അറേബ്യയുടെ കൺസേൺ അല്ല, ലോക മുസ്ലിങ്ങളുടെ കൺസേൺ ആയിട്ടാണ് അത് മാറേണ്ടത്. ശരി സാർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.